അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. മീൻസ് dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കുന്നു. സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം, അതിനെ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഫൈൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഈ y ഈസ് ഈക്വൽ ടു, ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ y ഈസ് ഈക്വൽ ടു എന്താ തന്നിരിക്കുന്നത്, y ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ലോഗ് എക്സ്. y is equal to x cube log x. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, dy by dx. dy by dx കണ്ടുപിടിക്കാൻ ഏതാ കൊടുക്കുന്നത്, നമ്മുടെ പ്രോഡക്റ്റ് റൂൾ അല്ലേ. അപ്പോൾ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x² ഇൻറ്റു ലോഗ് എക്സ് വെറുതെ നിർത്തി, പ്ലസ് ഇനി എന്ത് ചെയ്യുന്നു, എക്സ് ക്യൂബിനെ വെറുതെ നിർത്തി, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x. ദാറ്റ് ഈസ് dy by dx ഈസ് ഈക്വൽ ടു 3x² ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് എക്സ് ക്യൂബും ഡിവൈഡഡ് ബൈ ഒരു എക്സും, എക്സ് ക്യാൻസൽ ആയി, സോ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഇനി ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു 3x² ഇൻറ്റു ലോഗ് എക്സിൽ പിന്നെയും പ്രോഡക്റ്റ് റൂൾ കൊടുക്കുക. അപ്പോൾ എന്ത് വരും, 6x ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 3x² വെറുതെ നിർത്തി, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് അടുത്തത് എന്താ, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. ദിസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. എക്സ് റേസ് ടു എൻ ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. ഇനി നമുക്കിത് എങ്ങനെ കിട്ടും, ദാറ്റ് ഈസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 6x ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് ഇവിടെ നോക്കി 3x² ഒരു എക്സും കൂടെ ഒരു എക്സും ക്യാൻസൽ ആയി, ബാക്കി എങ്ങനെ വരും, പ്ലസ് 3x പ്ലസ് 2x. ഇതൊന്നും കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. 6x ലോഗ് എക്സ് പ്ലസ് 3x പ്ലസ് 2x എത്രയാണ്, 6x. സോറി 3x പ്ലസ് 2x 5x. സോ നമുക്കിത് എന്ത് കിട്ടി, 6x ലോഗ് എക്സ് പ്ലസ് 5x. ഇതാണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. എന്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ബി ചെയ്യണം അല്ലേ. ബി എന്ന് പറയുന്നത് എന്താ തന്നിരിക്കുന്നത്, ബി ഈസ് ഈക്വൽ ടു, ബി എങ്ങനെയാണ് തന്നിരിക്കുന്നത്, ഇ റേസ് ടു 6x, y ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 6x ഇൻറ്റു കോസ് 3x തന്നിരിക്കുന്നത്. നമുക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുന്നു, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ആദ്യം ഇ റേസ് ടു 6xന്റെ ഡെറിവേറ്റീവ്, ഇ റേസ് ടു 6xന്റെ ഡെറിവേറ്റീവ് എന്താണ്, 6x ഇൻറ്റു മീൻസ് 6, ആദ്യം ഇ റേസ് ടു 6xന്റെ ഇ റേസ് ടു 6x ഇൻറ്റു 6xന്റെ ഡെറിവേറ്റീവ് എന്താണ്, 6 ആണ്. സോ 6 ഇൻറ്റു ഇ റേസ് ടു 6x ഇൻറ്റു കോസ് 3x. കോസ് 3xനെ വെറുതെ നിർത്തി കേട്ടോ, പ്ലസ് അടുത്തത് നോക്കി, കോസ് 3xന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇ റേസ് ടു 6x കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചു, ഇ റേസ് ടു 6x ഇൻറ്റു കോസ് 3xന്റെ ഡെറിവേറ്റീവ്. കോസ് 3xന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ 3x ഇൻറ്റു 3xന്റെയും കൂടെ ഡെറിവേറ്റീവ്, കോമ്പോസിഷൻ ഫംഗ്ഷൻ ആണ് അല്ലേ. അപ്പോൾ എങ്ങനെ വരും, ഇൻറ്റു മൈനസ് സൈൻ 3x ഇൻറ്റു 3 അല്ലേ, 3xന്റെ ഡെറിവേറ്റീവ് 3. അപ്പോൾ ഇതെങ്ങനെ വരും, 6 ഇ റേസ് ടു 6x ഇൻറ്റു കോസ് 3x മൈനസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു 3 ഉണ്ട്. സോ മൈനസ് 3 ഇൻറ്റു ഇ റേസ് ടു 6x സൈൻ 3x. ഇനി നമുക്ക് ഇതിന് വേണമെങ്കിൽ 3 കോമൺ എടുക്കാം. 3 ഇ റേസ് ടു 6x കോമൺ എടുക്കാം. സോ 3 ഇ റേസ് ടു 6x കോമൺ എടുത്തു. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് ആദ്യത്തെ ടേമിൽ നിന്ന് 3 ഇ റേസ് ടു 6x കോമൺ എടുത്താൽ ബാക്കി എന്താ ഉള്ളത്, 2 ആ ഉള്ളത്. 2 കോസ് 3x ബാക്കിയുണ്ട്, 2 കോസ് 3x മൈനസ് ഇതിൻ്റെ അകത്തുനിന്ന് 3 ഇ റേസ് ടു 6x കോമൺ എടുത്തു കഴിഞ്ഞാൽ സൈൻ 3x ബാക്കിയുണ്ട്. സോ സൈൻ 3x. ഇങ്ങനെ സിമ്പിളായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പം ഡി വൈ ബൈ ഡി എക്സ് കിട്ടി. ഇനി ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഡക്റ്റ് റൂൾ കൊടുക്കണം. ആദ്യം ഇ റേസ് ടു 6xന്റെ ഡെറിവേറ്റീവ് ഈ ഒരു ടേമിനെ വെറുതെ നിർത്തുന്നു. അപ്പോൾ എങ്ങനെ കിട്ടും, ഈ 3 ഇൻറ്റു ഇ റേസ് ടു 6x ഇൻറ്റു 6 ഇൻറ്റു 2 കോസ് 3x മൈനസ് സൈൻ 3x കഴിഞ്ഞ്. മീൻസ് ആദ്യം ഇ റേസ് ടു 6xന്റെ 3 ഇവിടെ ഉണ്ട് ഓൾറെഡി. സോ ഇ റേസ് ടു 6x ഇൻറ്റു 6 ഇൻറ്റു 2 കോസ് 3x മൈനസ് സൈൻ 3x പ്ലസ് അടുത്ത എന്ത് ചെയ്യണ്ടേ, 3 ഇ റേസ് ടു 6xനെ അവിടെ നിർത്തി, 2 കോസ് 3x മൈനസ് സൈൻ 3xന്റെ ഡെറിവേറ്റീവ്. 2 കോസ് 3xന്റെ ഡെറിവേറ്റീവ് എന്നതാ, മൈനസ് 2 സൈൻ 3x ഇൻറ്റു 3 മൈനസ് സൈൻ 3xന്റെ ഡെറിവേറ്റീവ്. എങ്ങനെയൊക്കെ ചെയ്തേ, 2 അവിടെ നിർത്തി. ഇനി കോസ് 3xന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 3x ഇൻറ്റു 3xന്റെ ഡെറിവേറ്റീവ് 3 മൈനസ് അടുത്തത് സൈൻ 3x അല്ലേ. സൈൻ 3xന്റെ ഡെറിവേറ്റീവ് എങ്ങനെ വരും, കോസ് 3x ഇൻറ്റു കോസ് 3x ഇൻറ്റു
3 എന്ന് വരും അല്ലേ. ഇനി നമ്മൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നു. 3 e raised to 6x ഇൻറ്റു 6 എന്ത് വരും? 18 e raised to 6x അല്ലേ. അപ്പം 18 e raised to 6x ഇൻറ്റു 2 cos 3x 2 cos 3x മൈനസ് സൈൻ 3x പ്ലസ് അടുത്തത് നോക്കിയേ 3 e raised to 6x ഇവിടെ 3 ഉള്ള ബ്രാക്കറ്റിന് കോമൺ ആണ്. സോ 3 പുറത്തെടുക്കുന്നു. സോ 3 ഇൻറ്റു 3 9 വരും. 9 e raised to 6x ഇൻറ്റു ഉള്ളിൽ ഇനി ബാക്കി എന്തൊക്കെയാണ് ഉള്ളത്? മൈനസ് 2 സൈൻ 3x മൈനസ് 2 സൈൻ 3x മൈനസ് കോസ് 3x മൈനസ് കോസ് 3x. ഇനി ഇവിടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതണം. മീൻസ് നമുക്കിത് എങ്ങനെ കിട്ടും? ഈ ഒരു ആൻസർ ഈക്വൽ ടു ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 9 e raised to 6x കോമൺ ആണ്. 9 e raised to 6x കോമൺ ആണ്. സോ അതിന് നമ്മൾ പുറത്തെടുത്തെഴുതുന്നു. 9 e raised to 6x പുറത്തെഴുതി. ബാക്കി ഇവിടെ എങ്ങനെ വരും? ഇവിടെ ബാക്കി എന്താ ഉള്ളത്? ഒരു 18 e raised to 6x ന്ന് 9 പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി 2 ആണുള്ളത്. സോ 2 ഇൻറ്റു 2 4 വരും. മീൻസ് 2 ഇൻറ്റു ടു കോസ് 3x മൈനസ് സൈൻ 3x 2 cos 3x മൈനസ് സൈൻ 3x പ്ലസ് 9 e raised to 6x പുറത്തെടുത്തു. ബാക്കി എന്താ വരും? മൈനസ് 2 സൈൻ 3x മൈനസ് കോസ് 3x. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കിയേ. ദിസ് ഈസ് ഈക്വൽ ടു 9 e raised to 6x 9 e raised to 6x പുറത്ത് തന്നെ എഴുതി. ഇനി ഉള്ളിലുള്ളതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക. 2 ഇൻറ്റു 2 cos 3x 4 cos 3x 4 cos 3x മൈനസ് 2 ഇൻറ്റു സൈൻ 3x 2 ഇൻറ്റു സൈൻ 3x എന്ത് വരും? 2 സൈൻ 3x 2 സൈൻ 3x ഇനി മൈനസ് 2 സൈൻ 3x മൈനസ് കോസ് 3x. ആൻസർ ആവും ഇപ്പോൾ ആവും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 9 e raised to 6x 9 e raised to 6x ഇൻറ്റു 4 cos 3x മൈനസ് കോസ് 3x എത്ര വരും? 3 cos 3x 3 cos 3x ഇനി മൈനസ് 2 സൈൻ 3x മൈനസ് 2 സൈൻ 3x മൈനസ് 4 cos 3x 4 സൈൻ 3x മൈനസ് 4 സൈൻ 3x. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. 9 e raised to 6x ഇൻറ്റു 3 cos x മൈനസ് 4 സൈൻ 3x. സോ ഇതൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓരോ സ്റ്റെപ്പും സിമ്പിളാണ്, പക്ഷേ ചെറിയ ചെറിയ റീഅറേഞ്ച്മെൻറ്റ്സ് നല്ല കോൺസെൻട്രേഷനിൽ ചെയ്യണം. അപ്പം ഇതാണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ നമ്മൾ രണ്ടാമത്തെ പ്രോബ്ലം ചെയ്തത്. ഇനി മൂന്നാമത്തെ പ്രോബ്ലം സിമ്പിളാണ്. എക്സ് റേസ് ടു 20യുടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. y ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 20 തന്നു. അപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എന്ത് വരും? ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു എക്സ് റേസ് ടു 19 20 ഇൻറ്റു എക്സ് റേസ് ടു 19 വരും. ദിസ് ഈസ് ഈക്വൽ ടു ദെൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു 19 ഇൻറ്റു എക്സ് റേസ് ടു 18 എക്സ് റേസ് ടു 18. കാരണം എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. സോ എക്സ് റേസ് ടു 19 ഇൻറ്റു എക്സ് റേസ് ടു 18 വരും. ഇനി 20 ഇൻറ്റു 19 എത്രയാണ്? 380 വരും അല്ലേ. അപ്പോൾ 19 ഇൻറ്റു 2 38 വരും, ഒരു 0. സോ 380 എക്സ് റേസ് ടു 18. സോ ഇതാണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ ആണല്ലോ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഇനി അതുപോലെ തന്നെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിന് ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം. Means if y equal to 5 cos x minus 3 sin x, prove that d square y by dx square plus y is equal to 0. ഇത് ഞാൻ നിങ്ങൾക്ക് വിടുകയാണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇതെങ്ങനെയാണ് വരുന്നത്. ഇതെന്ത് ചെയ്യണം? ആദ്യം dy by dx ചെയ്യണം, അത് കഴിഞ്ഞ് d square y by dx square ഈക്വൽ ടു ഒരു ആൻസർ കിട്ടും. അതെന്ന് പറയുന്നത് മൈനസ് y ആയിരിക്കും. സോ നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. സോ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലെ ലാസ്റ്റ് സെക്ഷനാണ് 5.8 ഫോക്കസ് ഏരിയയിലുള്ള സെക്ഷനാണ്. സോ നിങ്ങളത് അതിൻ്റെ ഇമ്പോർട്ടൻസിൽ തന്നെ പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് റോൾസ് തിയറവും അതുപോലെ തന്നെ മീൻ വാല്യൂ തിയറം ഇങ്ങനെ പറഞ്ഞ 2 തിയറംസ് ആണ്. നിർബന്ധമായിട്ടും ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. സിമ്പിളാണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാണ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് ആറിലേക്ക്. ഇനി റോൾസ് തിയറം ആണെങ്കിൽ 2 കണ്ടീഷൻ എന്തൊക്കെയാണ്? എഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം,
ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി യു ആണെങ്കിൽ ദർ എക്സിസ്റ്റ് സം സി ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഒരു സി ഉണ്ടാകും സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു 0. ഇതാണ് റോൾസ് തിയറം പറയുന്നത്. ഇനി റോൾസ് തിയറം മാറി മീൻ വാല്യൂ തിയറം ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. മീൻസ് എഫ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ടു ആർ ആണ്. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം, ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ദെൻ ദർ എക്സിസ്റ്റ് സം സി ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു മീൻസ് മീൻ വാല്യൂ തിയറം ഡെറിവേറ്റീവ്സിലേക്ക് കടന്നു. ഇവിടെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു 0 ആയിരുന്നു. ഇവിടെ എഫ് ഓഫ് എ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ബി എന്നുള്ളൊരു കണ്ടീഷനും കൂടെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. എഫ് ഓഫ് ബി നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എ ആയിട്ട് വരുമ്പം നമുക്ക് മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. അപ്പം ഇത് രണ്ടും വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എക്സാമിന് മിക്കവാറും തന്നെ ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ വെരിഫൈ ചെയ്യാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇനി ഏത് ഫംഗ്ഷൻസ് വന്നാൽ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കി, വെരിഫൈ റോൾസ് തിയറം ഫോർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻ ദ ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ -2. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2. ഈ എക്സ് സ്ക്വയർ പ്ലസ് 2 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, മീൻസ് ഈ ഒരു കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ക്ലാസ്സസിന്റെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു ഏതൊക്കെ ഫംഗ്ഷൻസ് ആണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള. പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് 2 എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണ്. എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. അപ്പം ഒന്നാമത്തെ കണ്ടീഷനായി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഡിഫറൻഷ്യബിൾ ആണോ നോക്കണം. പോളിനോമിയൽ ഫംഗ്ഷൻ നമുക്കറിയാം ഡിഫറൻഷ്യബിൾ ആണ്. സോ എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. സിൻസ് പോളിനോമിയൽ ഫംഗ്ഷൻസ് കണ്ടിന്യൂസ്, ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി, ആൻഡ് സിൻസ് ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ, ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഒരു പോയിന്റ് സി കണ്ടുപിടിക്കണം സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നു. എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x ആണ് അല്ലെ. എക്സ് സ്ക്വയർ പ്ലസ് 2ന്റെ ഡെറിവേറ്റീവ് 2x ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യാണ്. ദാറ്റ് മീൻസ് 2x ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് x ഈസ് ഈക്വൽ ടു 0. സോ നമുക്ക് x ഈക്വൽ ടു 0, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് x ഈക്വൽ ടു 0 എന്ന് കിട്ടി. 0 എവിടെയുണ്ട്? ക്ലോസ്ഡ് ഇൻ്റർവെൽ ഓപ്പൺ ഇൻ്റർവെൽ -2 നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത് ഓപ്പൺ ഇൻ്റർവെൽ -2 സോ ഇവിടെ നമ്മൾ എഴുതുമ്പം എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ -2 എന്ന് എഴുതണം. ഇവിടെ ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇൻ്റർവെൽ -2 എന്ന് എഴുതണം. അപ്പം തന്നിരിക്കുന്ന ഇൻ്റർവെൽ അതായതുകൊണ്ട് അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ദാറ്റ് മീൻസ് ദർ എക്സിസ്റ്റ് സം സി ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. എ ബിക്ക് പകരം എന്താണ്? closed interval -2 there exists 0 in open interval -2 such that f dash of c is equal to 0. Thus Rolle's theorem is verified. ഇത് ഈ ഒരു സെന്റൻസും കൂടെ നിങ്ങൾ എഴുതി വെക്കണം. Thus Rolle's theorem is verified. So റോൾസ് തിയറം വെരിഫൈ ചെയ്യുന്ന കാര്യം ക്ലിയർ ആണല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനെ വെരിഫൈ ചെയ്യാൻ തരുന്നതിൻ്റെ അകത്ത് ഉറപ്പായിട്ടും ആ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസും ആയിരിക്കും ഡിഫറൻഷ്യബിളും ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതണം, എന്താ അത് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. ഏതൊക്കെ ഇൻ്റർവെല്ലിൽ? ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ്, ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഡിഫറൻഷ്യബിൾ. അടുത്തത് മീൻ വാല്യൂ തിയറം വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മീൻ വാല്യൂ തിയറം സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമുക്ക് മീൻ വാല്യൂ തിയറം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയേ, തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 3. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 3
വിച്ച് ഈസ് എ പോളിനോമിയൽ അല്ലേ. പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. അതെങ്ങനെയാണ് കണ്ടിന്യൂസ് എന്നുള്ളത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ. അപ്പോൾ അത് കാണാത്തവർ അത് നിർബന്ധമായിട്ടും എടുത്ത് കാണുക കേട്ടോ, ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. അപ്പം നമുക്ക് നോക്കാം അടുത്തത്. ഇനി എന്താ നോക്കിയേ, പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, മീൻസ് ഇത് അറിയാവുന്നതുകൊണ്ട് എഴുതാതിരിക്കരുത്, നമ്മളത് ആ ഒരു സെൻറ്റൻസ് ഇവിടെ കാണണം. അപ്പോൾ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രമേ നമുക്ക് സി എന്ന് പറയുന്ന ആ ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ ഇവിടെ എന്ത് എഴുതും, എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 1, 4 എന്ന് എഴുതി. അടുത്തത് എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവൽ 1, 4. കാരണം പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എവരിവെയർ ആണ്, ഡിഫറൻഷ്യബിൾ എവരിവെയർ ആണ്. സോ നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇൻ്റർവൽ 1, 4, ഓപ്പൺ ഇൻ്റർവൽ 1, 4 ഡിഫറൻഷ്യബിളും ആണ്. സോ നമ്മുടെ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആയി. ഇനി ഞാൻ പറഞ്ഞു എഫ് ഓഫ് എ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ബി കേസ് വരുമ്പോഴാണ് നമ്മൾ ഈ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് പറയാം, റോൾസ് തിയറം പറയാം അല്ലേ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ബി ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എഫ് ഓഫ് എ എന്ന് പറയുന്നത്, ഇവിടെ എ എന്ന് പറയുന്ന വാല്യൂ ഏതാണ്, 1 ആണ് അല്ലേ. അപ്പം നമുക്ക് എന്ത് എഴുതാം, എഫ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് 1 കാൽക്കുലേറ്റ് ചെയ്യുക. 1 - 4 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് -6 ആണ്. അടുത്തത് എഫ് ഓഫ് ബി കാൽക്കുലേറ്റ് ചെയ്യണം. എഫ് ഓഫ് ബി ഈസ് ഈക്വൽ ടു ഇവിടെ 4 ആണ്. സോ എഫ് ഓഫ് 4 നമുക്ക് എത്ര കിട്ടും, 16. എഫ് ഓഫ് 4 ഈസ് ഈക്വൽ ടു 16 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു -3 കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് നോക്കുക. എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. എഫ് ഡാഷ് ഓഫ് എക്സ് എത്രയാണ് എന്ന് നോക്കുന്നു. എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എത്ര വരും, 2x - 4 എന്ന് വരും. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് ബി വാല്യൂ എത്രയാണ്, -3 മൈനസ് എഫ് ഓഫ് എ -6. സോ മൈനസ് ഓഫ് -6 plus 6 divided by b minus a, that means 4 minus 1. -3 plus 6 means 3/3. 3/3 is equal to 1 എന്ന് കിട്ടും. സോ നമുക്ക് ഈ ഒരു വാല്യൂ ഈക്വൽ ടു 1. ഇനി എന്ത് ചെയ്യുന്നു, നമ്മുടെ മീൻ വാല്യൂ തിയറം സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് നമ്മൾ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 2x minus 4 is equal to 1 എന്ന് കിട്ടും. That is 2x is equal to 1 plus 4. That is x is equal to 5/2 എന്ന് കിട്ടി. x is equal to 5/2. So നമുക്ക് x equal to 5/2 എവിടെ ഉണ്ടോ നോക്കണം. f dash of c is equal to ഈ ഒരു രീതിയിലാണെങ്കിൽ c എവിടെ ഉണ്ടാവണം, ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ ഉണ്ടാവണം. സോ നമുക്കിവിടെ f dash of x equal to f of b minus f of a divided by b minus a എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിയുമ്പം ഇനി നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്, ഓപ്പൺ ഇൻ്റർവൽ 1/4 ഇതുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. 5/2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.5 വരും അല്ലേ. അപ്പം ഓപ്പൺ ഇൻ്റർവൽ 1/4 എന്തായാലും 2.5 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇൻക്ലൂഡഡ് ആണ്. സോ നമുക്ക് എന്ത് പറയാം, ദിസ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ 1/4. അപ്പോൾ നമുക്ക് എന്ത് പറയാം, therefore there exists an some c in open interval 1/4 such that f dash of c is equal to f of 4 minus f of 1 divided by 4 minus 1. അപ്പം ഇതുപോലെ എൻ്റെ ഫൈനൽ കൺക്ലൂഷൻ എന്ത് എഴുതണം നമ്മൾ, thus mean value theorem is verified. mean value theorem is verified. അപ്പം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുകയാണ്, എക്സാമിന് ഇങ്ങനെ വെരിഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരിക മീൻ വാല്യൂ തിയറത്തിൻ്റെ സെക്ഷനിൽ നിന്ന്. അപ്പോൾ നിങ്ങളവിടെ മീൻ വാല്യൂ തിയറം ആയിക്കോട്ടെ റോൾസ് തിയറം ആയിക്കോട്ടെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെക്കുക കേട്ടോ. നിർബന്ധമായിട്ടും മറന്നു പോകാതെ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഇതോടെ നമ്മുടെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയുടെ പാഠം കഴിയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അടുത്തൊരു വീഡിയോ ഇടും. അപ്പം ഇതോടെ നമ്മുടെ ഏകദേശം ഈ ഒരു ടെക്സ്റ്റ് മുഴുവൻ, ഈ ഒരു പാഠം മുഴുവൻ മീൻസ് ഫോക്കസ് ഏരിയ നോൺ ഫോക്കസ് ഏരിയ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഇത് ഈ ഒരു പാർട്ട്, ഈ ചാപ്റ്ററിൻ്റെ ഫുൾ പാർട്സ് മിസ് ചെയ്യാണ്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പാഠത്തിൽ നിന്ന് ഏത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ അതിനനുസരിച്ച് നന്നായിട്ട് നല്ല ആത്മവിശ്വാസത്തോടെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. ഹാപ്പി ആയിട്ട് ഇരുന്ന് പഠിക്കുക.